വിഴിഞ്ഞം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിനോടനുബന്ധിച്ച് ആ കൺസെഷൻ കരാറിൽ പറഞ്ഞിരുന്ന ആധുനിക ഹാർബർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ തുറമുഖ നിർമ്മാണത്തിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ആധുനിക ഹാർബറും നിർമ്മിച്ച് നൽകാമെന്നുള്ള ഒരു കരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടും ആധുനിക ഹാർബർ യാഥാർത്ഥ്യമായില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇവിടെ ഇപ്പോഴും അവരുടെ വള്ളങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ തുറമുഖത്തിനോട് ചേർന്ന് തന്നെയാണ് ആ സ്ഥലമുള്ളത്. ഇവിടുത്തെ പ്രദേശവാസിയും ഈ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന പേരെന്താണ്? ജസ്റ്റിസ് പറയുന്നത് ഇവിടെ ഒരു പുതിയ പദ്ധതി പ്രകാരം ഇവിടെ തുറമുഖം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ അത് പര്യാപ്തമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് അത് ഗുണകരമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ആ പദ്ധതി ഇവിടെ ഈ ഭാഗത്ത് വരുന്നത്? ഇതാണ് ആ പദ്ധതിയുടെ ഇതാ കാണുന്ന വീതിയില്ലേ, ഇതാ വള്ളം ഓടി വരുന്നത്. ആ വീതി വെട്ടിക്കുറച്ചാണ് ഇവർ ഈ മൗത്ത് ഇത്രയും ചെറുതാക്കാൻ പോകുന്നത്. ഈ കാണുന്ന അഴിമുഖം, ഈ കാണുന്ന അഴിമുഖത്തൂടെയാണ് ആധുനിക ഹാർബറിൻ്റെ നിർമ്മാണം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീതി കുറയ്ക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഓൾറെഡി 300 മീറ്റർ ഇപ്പോൾ ഉണ്ട്. അതിന് വെട്ടിക്കുറച്ച് 150 മീറ്റർ ആക്കാനാണ് ഇതാ ഒരു പദ്ധതി ഇട്ടിട്ടുള്ളത്. ഈ 300 മീറ്ററിൽ വള്ളങ്ങൾ ഓടി വരുമ്പോഴേ ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇവിടെ മരണങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ 150 മീറ്റർ ആകുമ്പോഴത്തേക്കും മുതലപ്പുഴയിൽ നടക്കുന്ന അതേ പ്രശ്നങ്ങൾ ഇവിടെയും നടക്കും. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഡമ്മയാണ് ഇത് ആരുടെ പദ്ധതിയാണ്? ഇത് അവർ തുറമുഖം തുറമുഖത്ത് നിന്ന് ഇവരെ പദ്ധതിയിൽ കാണിക്കാനായിട്ട് ഇവിടെ നിന്ന് ഗോവയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാണ്. ഇപ്പം ഇത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം രൂപതയ്ക്കും ഇടവകയ്ക്കും അറിയാം. എന്നിട്ട് ഇടവകയിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന കുറേ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ കരാറും ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ പൈസ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, പൈസ വാങ്ങിക്കാത്ത ആൾക്കാരുണ്ട് കമ്മിറ്റിയിൽ ഇരുന്നിട്ട്. കാരണം ഇവിടെ ഇങ്ങനൊരു പദ്ധതി വന്നതിന് ശേഷം അത് കോസ്റ്റ് ഗാർഡിന് നേവിക്ക് കൊടുക്കാനായിട്ടാണ് അപ്പുറത്തെ ഫിഷിംഗ് ഹാർബർ. അല്ല, അപ്പുറത്തെ മൈനർ തുറമുഖമോ ക്രൂ ചേഞ്ച് ഒക്കെ നടക്കുന്ന തുറമുഖം അല്ലേ ഇത്? മൈനർ തുറമുഖം അത് ഇവിടെയാണ്. അല്ല, ഇതല്ലേ? ഇവിടെയല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ നേവിക്കും കോസ്റ്റ് ഗാർഡിനും കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടച്ചു കൂട്ടിയിട്ട് അവിടെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ടുകളും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴേ സൗകര്യമില്ല. ഇത് ഇത്രയും അധികം വള്ളങ്ങൾ ഇപ്പോൾ കുളച്ചൽ തൊട്ട് കന്യാകുമാരി, കുളച്ചൽ, മുട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ വള്ളങ്ങളൊക്കെ വന്ന് മത്സ്യവിപണനം നടത്തുകയും മത്സ്യബന്ധനം കഴിഞ്ഞ് അടുക്കുകയും ചെയ്യുന്ന വിഴിഞ്ഞത്ത് വളരെ വിശാലമായ തരത്തിലൊരു ആധുനിക ഹാർബറാണ് ആവശ്യം. പക്ഷേ അതിന് ഈ സ്ഥലങ്ങളൊന്നും പര്യാപ്തമല്ല, അതൊന്നും അല്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും പുതിയ ഒരു തുറമുഖം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഇവിടെ ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗകര്യം വളരെ കുറവാണ്. അല്ല, ആ അപ്പുറത്തെ ഭാഗവും ഇതും കൂടെ സംയോജിപ്പിച്ചിട്ടാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം അത് കോസ്റ്റ് ഗാർഡിന് കൊടുക്കാതെ അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ ഒരുപാട് വള്ളമുണ്ട്. അപ്പോൾ പുറത്തുള്ള വള്ളം കൂടെ ഇവിടെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. ആ സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും എത്ര തിരക്കാണെന്ന് പറഞ്ഞിട്ട്. ഒരു വള്ളം കരയ്ക്ക് അടുപ്പിച്ചിട്ട് അവരുടെ ഉപകരണങ്ങളൊക്കെ ഒന്ന് കരയിലോട്ട് മാറ്റാനോ എടുക്കാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ വള്ളം പിടിച്ചിട്ടുള്ളത് തന്നെ. ഈ മത്സ്യത്തൊഴിലാളിയും മത്സ്യബന്ധന യാനത്തിൻ്റെ ഉടമയുമായ ജസ്റ്റിസ് പറയുന്നത് ഈ പ്രദേശവും ഈ തീരവും ഇതിന് തൊട്ടപ്പുറമുള്ള നിലവിൽ ഉള്ള ഹാർബർ പ്രദേശവും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ആധുനിക തുറമുഖം വരികയാണെങ്കിൽ, ആധുനിക ഹാർബർ നിർമ്മിക്കുകയാണെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികൾക്കേറെ ഗുണപ്രദമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വരുന്ന വള്ളങ്ങൾക്കും കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആയി വരുന്ന വള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തുന്ന വിഴിഞ്ഞം ഹാർബറിൽ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ സംയോജിപ്പിച്ചിട്ട് ഒരു ആധുനിക തുറമുഖമാണ് നിർമ്മിക്കുന്നതെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇത് രണ്ടും ഇതിനെ വേറിട്ട് നിൽക്കുന്നത് ഒരു ബ്രേക്ക് വാട്ടർ സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹാർബറാണ് ഇവിടെ നിർമ്മിക്കേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം. എങ്കിൽ മാത്രമേ 10,000 കണക്കിന് വള്ളങ്ങൾ വരുന്ന ഈ ഹാർബർ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണപ്രദമാകും.